എല്ലാവർക്കും നമസ്കാരം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമേ ഒരു കാര്യം അറിയിക്കട്ടെ. ഈ വീഡിയോയിൽ ഒരു തരത്തിലുമുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസുകളും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൽ ഫെബ്രുവരി 1 നടന്ന യൂണിയൻ ബജറ്റിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന വിവിധ മേഖലകളും അവയിൽ വരുന്ന മികച്ച സ്റ്റോക്കുകളും ഓരോ സെക്ടറിലും എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്തു നിക്ഷേപിക്കാം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ പഠനാവശ്യങ്ങൾക്കായി മാത്രമായാണ് ഇവിടെ കാണിക്കുന്നത്. 2025 യൂണിയൻ ബജറ്റിനെ തുടർന്ന് ഞങ്ങൾ ഓരോ സെക്ടറിലും പുതുതായി വാങ്ങിയതും നിലവിൽ ഹോൾഡ് ചെയ്യുന്നതുമായ സ്റ്റോക്കുകളാണ് ഇവിടെ ഉദാഹരണത്തിനായി കാണിക്കുന്നത്. മാത്രവുമല്ല, നിക്ഷേപകരെ ആകർഷിക്കുന്ന തരത്തിലുള്ള റിട്ടേണുകളും മറ്റും ഇവിടെ കാണിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ഭൂരിഭാഗം ഓഹരികളും ഈ അടുത്തൊന്നും വാങ്ങിയതല്ല എന്നതിനാൽ തന്നെ മിക്ക ഓഹരികളും ക്ഷമയുടെ ഫലമായി തെറ്റില്ലാത്ത ലാഭത്തിലുമാണ്. ഒരുവിധം എല്ലാ സെക്ടറുകളിലും നിക്ഷേപമുള്ളതിനാൽ തന്നെ വീഡിയോ നീണ്ടുപോകുമെന്നതിനാൽ ബജറ്റുമായി ബന്ധപ്പെട്ട ഓഹരികൾ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഞങ്ങൾ ഈ തവണത്തെ ബജറ്റിൽ പോർട്ട്ഫോളിയോയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനേക്കാൾ മികച്ച സ്റ്റോക്കുകൾ ഓരോ സെക്ടറിലും ലഭ്യമാണ്. നിക്ഷേപ തീരുമാനമെടുക്കുന്നതിന് മുൻപ് സ്വന്തമായി എല്ലാം വിശദമായി പരിശോധിച്ച് മാത്രം നിക്ഷേപത്തിന് മുതിരുക. നിങ്ങൾക്ക് സ്വന്തമായി ബോധ്യം വരാതെ ഒരു സ്റ്റോക്കിലും നിക്ഷേപത്തിന് മുതിരാതിരിക്കുക. ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ അതേ രീതിയിലാണ് ഞങ്ങളുടെ ഈ ദീർഘകാല പോർട്ട്ഫോളിയോയുടെ പ്രവർത്തനം. ഹ്രസ്വകാല പോർട്ട്ഫോളിയോയിൽ മാത്രമാണ് വിൽക്കലും വാങ്ങലും ലാഭമെടുപ്പും തുടർച്ചയായി നടത്തുന്നത്. ആദ്യം ഇത്തവണത്തെ ബജറ്റിന്റെ ഉള്ളടക്കം ചുരുക്കി വിവരിക്കാം. അതിനുശേഷം ഈ ബജറ്റിൽ നിന്ന് നേട്ടം നേടാൻ സാധ്യതയുള്ള സെക്ടറുകളും ഓഹരികളുമാണ് ഉദാഹരണത്തിനായി ഇവിടെ കാണിക്കുന്നത്. വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ ഉത്തേജിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു യൂണിയൻ ബജറ്റ് 2025 ഉണ്ടായിരുന്നത്. ഉപഭോഗത്തെ പിന്തുണയ്ക്കുന്നതിലാണ് സർക്കാർ ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നതിനാൽ തന്നെ ഡിസ്പോസിബിൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നികുതി ഇളവ് പോലുള്ള നടപടികൾ കൺസ്യൂമർ സ്പെൻഡിംഗ് വർദ്ധിപ്പിക്കുമെന്നും നിക്ഷേപക സമൂഹം വിലയിരുത്തുന്നു. കൂടാതെ കൃഷി, ആരോഗ്യ സംരക്ഷണം, ഗ്രീൻ എനർജി, ഇൻഷുറൻസ് സെക്ടർ, വാട്ടർ മാനേജ്മെന്റ് സെക്ടർ, ടെക്സ്റ്റൈൽ, ന്യൂക്ലിയർ തുടങ്ങിയ മറ്റ് മേഖലകൾക്കും ഇത്തവണത്തെ ബജറ്റ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വ്യക്തിഗത ആദായ നികുതി ഇളവിലും മൂലധന ചെലവിലും ഗവൺമെന്റ് ഊന്നൽ നൽകുന്നത് മേഖലകളിലുടനീളം വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. FMCG, ഓട്ടോമൊബൈൽസ്, ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ തുടങ്ങിയ ചില വ്യവസായങ്ങൾ കൺസ്യൂമർ സ്പെൻഡിങ്ങും നികുതി ആനുകൂല്യങ്ങളും പ്രയോജനപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും പ്രതിരോധം, റെയിൽവേ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പോലുള്ള നിർണായക മേഖലകളിലെ ബജറ്റ് വിഹിതം നിക്ഷേപകരുടെ പ്രതീക്ഷകൾക്കൊത്തുയരാത്തത് ഈ സെക്ടറുകളിലെ ഓഹരികളിൽ വൻ ഇടിവുണ്ടാക്കി. ഓരോ സെക്ടറിലും പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങളും ഇതിലൂടെ പ്രയോജനം ലഭിക്കുന്ന ഓഹരികളും നമുക്ക് പരിശോധിക്കാം. ആദ്യമായി കൺസ്യൂമർ ആൻഡ് FMCG സെക്ടറാണ്. കേന്ദ്ര ബജറ്റിന്റെ ആദായ നികുതി ഇളവുകളുടെ വിപുലീകരണവും അധിക സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും നഗര ഉപഭോക്താക്കൾക്ക് ഡിസ്പോസിബിൾ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൽഫലമായി മുൻനിര FMCG കമ്പനികൾക്ക് പ്രയോജനം ലഭിച്ചേക്കാവുന്ന ദൈനംദിന അവശ്യ വസ്തുക്കളുടെ ചെലവിൽ വർധനവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. FMCG സെക്ടറിൽ ഞങ്ങൾ നിലവിൽ ഹോൾഡ് ചെയ്യുന്ന BBL, ടാറ്റ കൺസ്യൂമർ, ഹാറ്റ്സൺ അഗ്രോ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്നിവ കൂടാതെ പുതുതായി ചേർത്തിരിക്കുന്നത് ജ്യോതി ലാബ്സ് മാത്രമാണ്. നികുതികളിൽ വരുന്ന ഈ ആനുകൂല്യങ്ങളിൽ നിന്നും പ്രയോജനം ലഭിക്കുന്ന രണ്ടാമത്തെ സെക്ടർ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്. ഓട്ടോ സെക്ടറിൽ നിലവിലുള്ള എസ്കോർട്സ്, TVS മോട്ടോഴ്സ്, യൂനോ മിൻഡ, ഗബ്രിയേൽ ഇന്ത്യ, സോന BLW പ്രസിഷൻ എന്നിവ തുടർന്നും ഹോൾഡ് ചെയ്യാനാണ് തീരുമാനം. EV സെക്ടറിൽ നിന്നും ഒലക്ട്ര ഗ്രീൻ ടെക്, ബാറ്ററി നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന കെമിക്കൽ കമ്പനിയായ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്നിവ പുതുതായി ആഡ് ചെയ്യുന്നു. മൂന്നാമതായി വരുന്ന കൺസ്യൂമർ മേഖലയിൽ നിലവിലുള്ള KEI ഇൻഡസ്ട്രീസ്, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ, കെയ്ൻസ് ടെക്നോളജി, ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ്, കല്യാൺ ജ്വല്ലേഴ്സ് കൂടാതെ പുതുതായി വാങ്ങിയിരിക്കുന്നത് ബ്ലൂ സ്റ്റാർ, പോളിക്യാബ് എന്നിവയാണ്. നികുതി ഇളവുകളിൽ നിന്നും നേട്ടം നേടാൻ സാധ്യതയുള്ള നാലാമത്തെ മേഖല ഹൗസിംഗും ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളുമാണ്. ദിനം പ്രതി വളരുന്ന ജനസംഖ്യയോടൊപ്പം കുതിച്ചുയരുന്ന പാർപ്പിടങ്ങളുടെ ആവശ്യകത റിയൽ എസ്റ്റേറ്റ് സെക്ടറിന് പ്രയോജനമാവുമെന്ന് വിലയിരുത്തപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ ഭവന വായ്പകളുടെയും ആവശ്യം ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മേഖലയിൽ ഞങ്ങൾ നിലവിൽ പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, ഫീനിക്സ് മിൽസ്, ബജാജ് ഹൗസിംഗ്, ക്യാൻഫിൻ ഹോംസ് എന്നീ സ്റ്റോക്കുകളിൽ തുടരാനാണ് തീരുമാനം. ഇത്തവണത്തെ ബജറ്റിൽ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ സെക്ടർ ഇൻഷുറൻസ് ആണ്.
ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പരിധി 74% നിന്ന് 100%ആക്കി ഉയർത്താനുള്ള സർക്കാർ തീരുമാനം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് നേട്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നീക്കം വിദേശ മൂലധനത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും ബിസിനസ് അവസരങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യും. ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ഇൻഷുറൻസ് സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ ഓഹരികൾ കുതിച്ചുയർന്നിരുന്നു. ഞങ്ങൾ ഈ മേഖലയിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, SBI ലൈഫ് എന്നിവയാണ്. HDFC ലൈഫ്, ICICI പ്രൊഡൻഷ്യൽ ലൈഫ്, സ്റ്റാർ ഹെൽത്ത് തുടങ്ങി മറ്റനേകം സ്റ്റോക്കുകൾ ഉൾപ്പെടുന്നതാണ് ഇൻഷുറൻസ് മേഖല. ആറാമതായി കൃഷി മത്സ്യബന്ധന മേഖലയാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപ് മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് മത്സ്യത്തൊഴിലാളികൾക്കുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ തുടർന്നും ലഭ്യമാക്കിക്കൊണ്ട് മത്സ്യബന്ധന മേഖലയ്ക്ക് സർക്കാർ പിന്തുണ ലഭിച്ചു. ഈ പിന്തുണ വ്യവസായ വളർച്ച വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സമുദ്രോൽപാദനത്തിലും സംസ്കരണത്തിലും ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികൾക്ക് ഇത് പ്രയോജനം ചെയ്യും. പയറ് വർഗ്ഗങ്ങളുടെ ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ദേശീയ മിഷൻ ആരംഭിക്കുന്നതും കാർഷിക കമ്പനികൾക്ക് കാര്യമായ പിന്തുണ നൽകുമെന്നും കണക്കുകൂട്ടുന്നു. പരുത്തി ഉൽപാദനക്ഷമതയും വിത്തിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാർഷിക മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് ഗുണകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രഖ്യാപനത്തിന് ശേഷം കാവേരി സീഡ്സ് പോലുള്ള കമ്പനികളിൽ വലിയ മുന്നേറ്റമുണ്ടായി. നിലവിൽ ഹോൾഡ് ചെയ്യുന്ന കെമിക്കൽ കമ്പനികളായ സുമിറ്റോമോ കെമിക്കൽസ്, PI ഇൻഡസ്ട്രീസ്, കൂടാതെ പുതുതായി ആഡ് ചെയ്യുന്നത് അവന്തി ഫീഡ്സ്, ധനുക അഗ്രിടെക് തുടങ്ങിയ കമ്പനികളാണ്. ഈ സെക്ടറിൽ ശ്രദ്ധിക്കേണ്ട മറ്റു സ്റ്റോക്കുകൾ ഗോദ്രേജ് അഗ്രോവെറ്റ്, അപ്പെക്സ് ഫ്രോസൺ, മംഗളം സീഡ്സ് ലിമിറ്റഡ് തുടങ്ങിയവയാണ്. ഏഴാമതായി ഹെൽത്ത് കെയർ സെക്ടറാണ്. മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹീൽ ഇൻ ഇന്ത്യ ക്യാമ്പയിൻ ആരംഭിച്ചതോടെ ആരോഗ്യ പരിരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ആശുപത്രികൾക്കും ഡയഗ്നോസ്റ്റിക് സേവനദാതാക്കൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഈ സംരംഭം ഹെൽത്ത് കെയർ സേവനങ്ങളെ ഉയർന്ന ഡിമാൻഡിലേക്ക് നയിച്ചേക്കാം. ഈ സെക്ടറിൽ ഞങ്ങൾ നിലവിൽ ഹോൾഡ് ചെയ്യുന്ന മേദാന്ത, ലാൽപത് ലാബ്സ്, മെഡിക്കൽ എക്യുപ്മെന്റ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പോളി മെഡിക്യൂർ, ഫാർമ കമ്പനികളായ ഡിവിസ് ലാബ്, ലോറസ് ലാബ്, അജന്ത ഫാർമ എന്നിവയിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുകൂടാതെ ഈ മേഖലയിൽ ശ്രദ്ധിക്കാവുന്ന സ്റ്റോക്കുകൾ നാരായണ ഹൃദയാലയ, കിംസ്, മാക്സ് ഹെൽത്ത് കെയർ, മെട്രോപോളിസ്, വിജയ ഡയഗ്നോസ്റ്റിക്സ് എന്നിവയാണ്. എട്ടാമതായി റിന്യൂവബിൾ എനർജി സെക്ടറാണ്. സോളാർ ടെക്നോളജി, ഇലക്ട്രോലൈസറുകൾ, ഗ്രിഡ് സ്കെയിൽ ബാറ്ററികൾ എന്നിവയിലെ നിക്ഷേപം ഉൾപ്പെടെയുള്ള ശുദ്ധമായ ഊർജ ആവാസ വ്യവസ്ഥയ്ക്കുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത റിന്യൂവബിൾ എനർജി മേഖലയിൽപ്പെടുന്ന കമ്പനികൾക്ക് അനുകൂലമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സംരംഭങ്ങൾ ഗ്രീൻ എനർജി സ്റ്റോക്കുകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. സുസ്ഥിരതയിലേക്കുള്ള ആഗോള മുന്നേറ്റം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കണക്കുകൂട്ടുന്നു. കൂടാതെ 2024-25 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം 68,769 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 2025-26 ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം എനർജി മേഖലയ്ക്കുള്ള ഇന്ത്യയുടെ ബജറ്റ് വിഹിതം 81,174 കോടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സെക്ടറിൽ നിന്നും IEX, ഇരീഡ, പ്രീമിയർ എനർജീസ് എന്നിവയിലുള്ള നിക്ഷേപം തുടരാനാണ് തീരുമാനം. ഈ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട മറ്റു സ്റ്റോക്കുകൾ വാരി എനർജീസ്, സുസ്ലോൺ എനർജി, അദാനി ഗ്രീൻ, ഐനോക്സ് വിൻഡ്, ടാറ്റ പവർ തുടങ്ങിയവയാണ്. ഒൻപതാമതായി ടെക്സ്റ്റൈൽ സെക്ടറാണ്. കോട്ടൺ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള 5 വർഷത്തെ ദൗത്യം ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ടെക്സ്റ്റൈൽ വ്യവസായത്തിന് ഉത്തേജനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ KPR മിൽസ് ലിമിറ്റഡിലുള്ള നിക്ഷേപം തുടരാൻ ആഗ്രഹിക്കുന്നു. KPR കൂടാതെ ഈ സെക്ടറിൽ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, അരവിന്ദ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കുമെന്ന് കരുതുന്നു. യൂണിയൻ ബജറ്റ് 2025 ശ്രദ്ധിക്കേണ്ട 10ാമത്തെ സെക്ടർ ജലശുദ്ധീകരണ മേഖലയാണ്. ഈ മേഖലയെക്കുറിച്ചും ഇതിലെ മികച്ച സ്റ്റോക്കുകളെക്കുറിച്ചും നമ്മൾ വളരെ വിശദമായി വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജൽജീവൻ മിഷൻ പോലുള്ള പദ്ധതികളുടെ തുടർച്ചയ്ക്കായുള്ള പ്രഖ്യാപനം ഈ സെക്ടറിലെ കമ്പനികൾക്ക് പ്രചോദനമേകും. നിലവിൽ കൈവശമുള്ള എൻവിറോ ഇൻഫ്ര, വാട്ടക്, വാബാക് തുടങ്ങിയവയിൽ നിക്ഷേപം തുടരാൻ ആഗ്രഹിക്കുന്നു. ഇവ കൂടാതെ ഈ സെക്ടറിൽ EMS, അയോൺ എക്സ്ചേഞ്ച് പോലുള്ള കമ്പനികൾ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. 11ാമതായി ശ്രദ്ധിക്കേണ്ടത് ന്യൂക്ലിയർ പവർ സ്റ്റോക്കുകളാണ്.
ചെറുകിട മോഡുലാർ റിയാക്ടറുകളുടെ ഗവേഷണത്തിനും വികസനത്തിനുമായി 20,000 കോടി രൂപ ചെലവിൽ ഒരു ആണവോർജ ദൗത്യം ആരംഭിക്കുന്നതായി ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. 2025 കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി പറഞ്ഞത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 5 SMRകളെങ്കിലും 2033 പ്രവർത്തനക്ഷമമാകുമെന്നും 2047 100 ജിഗാവാട്ട് ആണവോർജത്തിന്റെ വികസനം കൈവരിക്കാനാണ് വികസിത് ഭാരതിന്റെ ആണവോർജ മിഷൻ ലക്ഷ്യമിടുന്നതെന്നുമാണ്. ഈ പ്രഖ്യാപനം ന്യൂക്ലിയർ മേഖലയിലെ ന്യൂക്ലിയർ ടർബൈനുകൾ, സ്റ്റീം ടർബൈനുകൾ, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, റിയാക്ടർ കൂളന്റ് പമ്പുകൾ, വാൽവുകൾ, ഹൈ ടെമ്പറേച്ചർ പ്രഷർ സിസ്റ്റംസ്, റിയാക്ടറുകൾക്കുള്ള പൈപ്പിംഗ് സൊല്യൂഷനുകൾ, ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റുകൾക്കുള്ള വിവിധ ഇനം പമ്പുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികൾക്ക് ഗുണകരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സെക്ടറിൽ നിലവിൽ ഹോൾഡ് ചെയ്യുന്ന ത്രിവേണി ടർബൈൻസ്, രത്നാമണി മെറ്റൽസ് ആൻഡ് ട്യൂബ്സ് എന്നിവയിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രവുമല്ല, ഇതിനോടൊപ്പം KSB ലിമിറ്റഡ് അല്ലെങ്കിൽ ആസാദ് എഞ്ചിനീയറിംഗ് ഇതിലേതെങ്കിലും ഒരു സ്റ്റോക്ക് കൂടി ആഡ് ചെയ്യാനും ആലോചിക്കുന്നു. ഈ സെക്ടറിൽ പെടുന്ന മറ്റു സ്റ്റോക്കുകൾ BHEL, വാൾസൺ നഗർ ഇൻഡസ്ട്രീസ്, കിർലോസ്കർ ബ്രദേഴ്സ്, തെർമാക്സ് എന്നിവയാണ്. ഈ മേഖലകൾ കൂടാതെ ഫുഡ്വെയർ ആൻഡ് ലെതർ ഇൻഡസ്ട്രിയും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയും ഈ ബജറ്റിൽ നിന്നും നേട്ടം കൊയ്യാൻ സാധ്യതയുണ്ടെന്നാണ് വിശകലന വിദഗ്ധരുടെ അഭിപ്രായം. ഇനി നിക്ഷേപകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാതെ പോയ സെക്ടറുകൾ കൂടി നോക്കാം. ആദ്യമായി ഡിഫൻസ് സെക്ടറാണ്. വിഹിതത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പ്രതിരോധ മേഖലയ്ക്ക് 4.92 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ബജറ്റ് വിഹിതം ലഭിച്ചു. ഇത് പ്രതീക്ഷിച്ചതിലും കുറവാണ്. മൂലധന ചെലവിലെ ഈ മിതമായ വർധനവ് വിപണിയിൽ പ്രതിരോധ ഓഹരികൾ ഇടിയാൻ കാരണമായി. ഈ സെക്ടറിൽ ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹോൾഡ് ചെയ്യുന്ന HAL, BEL, BDL, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്നിവയിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നിക്ഷേപകരുടെ നിരാശ പിടിച്ചുപറ്റിയ മറ്റൊരു സെക്ടർ റെയിൽവേയാണ്. കാര്യമായ ക്യാപെക്സ് വർധനയില്ലാതെ ഈ മേഖലയ്ക്ക് സമാനമായ ബജറ്റ് വിഹിതം നിലനിർത്താനുള്ള സർക്കാർ തീരുമാനമാണ് റെയിൽവേ ഓഹരികളുടെ തകർച്ചയ്ക്ക് വഴിവെച്ചത്. 2026 സാമ്പത്തിക വർഷത്തിലെ റെയിൽവേ ക്യാപെക്സ് 2.5 ലക്ഷം കോടി രൂപയായി തന്നെ തുടരാനുള്ള തീരുമാനം റെയിൽ നവീകരണ പദ്ധതികളുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിൽ ഇടിവുണ്ടാക്കി. ഞങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള IRCTC, RVNL, IRFC എന്നീ സ്റ്റോക്കുകൾ ഇപ്പോൾ നഷ്ടത്തിലാണെങ്കിലും ഇതിൽ മാറ്റമൊന്നും വരുത്താൻ നിലവിൽ ഉദ്ദേശ്യമില്ല. നിക്ഷേപകരുടെ പ്രതീക്ഷകൾക്കൊപ്പം എത്താതിരുന്ന മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് റെക്കോർഡ് വിഹിതമായ 11.21 ട്രില്യൺ വകയിരുത്തിയിട്ടും മൂലധന ചെലവിൽ താരതമ്യേന കുറഞ്ഞ വർധനവ് നിക്ഷേപകരെ നിരാശരാക്കി. തൽഫലമായി പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ സിമന്റ് ഓഹരികൾ നഷ്ടം നേരിട്ടു. പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് ഈ ബജറ്റിൽ വലിയ ഉത്തേജനം വിപണി പ്രതീക്ഷിച്ചിരുന്നു. ഇവിടെ ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്ന KEC ഇന്റർനാഷണൽ ലിമിറ്റഡ്, NCC ലിമിറ്റഡ്, JK സിമന്റ്, ഡാൽമിയ ഭാരത് എന്നിവയിൽ തുടരാനാണ് തീരുമാനം. യൂണിയൻ ബജറ്റ് 2025 നിരാശപ്പെടുത്തിയ മറ്റൊരു മേഖല IT ആൻഡ് ടെലികോം സെക്ടറാണ്. യൂണിയൻ ബജറ്റ് ഡേറ്റ അനുസരിച്ച് 2025-26 സാമ്പത്തിക വർഷത്തിൽ IT ടെലികോം മേഖലയുടെ വിഹിതം 95,298 കോടിയായി കുറഞ്ഞു. അതേസമയം 2024-25 സാമ്പത്തിക വർഷത്തിന്റെ ബജറ്റ് എസ്റ്റിമേറ്റ് 1.16 ലക്ഷം കോടിയായിരുന്നു. ഞങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ മികച്ച ലാഭത്തിലുള്ള IT സ്റ്റോക്കുകളായ പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, KPI ടെക്നോളജീസ്, L&T ടെക്നോളജീസ്, കൊഫോർജ്, ഇൻഫോസിസ് എന്നിവയിൽ നിക്ഷേപം തുടരാനാണ് തീരുമാനം. ബജറ്റിൽ കാര്യമായ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാത്ത ഫിനാൻസ്, ഫിൻടെക് മേഖലയിൽ ഉൾപ്പെടുന്ന സ്റ്റോക്കുകളിലും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവയെല്ലാം മികച്ച ലാഭത്തിലാണ് ഇപ്പോഴും. ഇതൊക്കെയാണ് ഈ വർഷത്തെ ഞങ്ങളുടെ ബജറ്റ് വിശേഷങ്ങൾ. ഹ്രസ്വകാല നിക്ഷേപത്തിൽ ക്വാളിറ്റി സ്റ്റോക്കുകൾക്ക് അത്രയധികം പ്രാധാന്യമില്ലെങ്കിലും എപ്പോഴും ദീർഘകാല നിക്ഷേപത്തിന് മികച്ച അടിസ്ഥാനമുള്ള കമ്പനികൾ തിരഞ്ഞെടുക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നിങ്ങൾ തരുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.